ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും തിരിച്ചടി. 3 സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം കൂടി ഹൈക്കോടതി തടഞ്ഞു. കേരള, MG, മലയാളം സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി നടപടികളാണ് കോടതി സ്റ്റേ ചെയ്തത്. ഇതോടെ 4 സർവകലാശാലകളിലെ VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റി നടപടികൾക്കാണ് സ്റ്റേ നിലവിൽ വന്നിരിക്കുന്നത്. KM ഉമേഷ് വിവരങ്ങളുമായി ചേരുന്നു. ഫിഷറി സർവകലാശാല VCയെ കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വീണ്ടും 3 സർവകലാശാലകളിൽ VCമാരെ കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. മലയാളം, കേരള, MG സർവകലാശാലകളിൽ VCമാരെ കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടിയാണ് കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ 4 സർവകലാശാലകളിൽ ഇത്തരത്തിൽ VCമാരെ കണ്ടെത്തുന്നതിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടി കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇതിൽ മലയാളം, ഫിഷറീസ് സർവകലാശാലകളിൽ ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് സർക്കാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം MG, കേരള സർവകലാശാലകളിൽ ഇത്തരത്തിൽ ഗവർണറുടെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച നടപടി ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചത് അവിടുത്തെ സെനറ്റ് അംഗങ്ങളുമാണ്. ഇതിൽ സ്വന്തം ഇഷ്ടപ്രകാരം സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ച ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണ് എന്നായിരുന്നു സർക്കാരിൻ്റെ വാദം. സർക്കാരിൻ്റെ അധികാരപരിധിയിലുള്ള കടന്നുകയറ്റമാണ് ചാൻസലറുടേത് എന്നും സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. സർവകലാശാലയുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്താതെ ചാൻസലറുടെയും UGCയുടെയും പ്രതിനിധിയെ മാത്രം ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ഹർജിക്കാരായ സെനറ്റ് അംഗങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ ഹർജികൾ ഫയലിൽ സ്വീകരിച്ച് കോടതി ഈ ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്യുകയും ഒപ്പം എതിർകക്ഷികളായ ചാൻസലർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാനും നിർദ്ദേശിച്ചത്. മാത്രമല്ല, ഈ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ചാൻസലർക്കുള്ള അധികാരം എന്താണ് എന്ന് വ്യക്തമാക്കി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും ജസ്റ്റിസ് സിയാദ് റഹ്മാൻ നിർദ്ദേശിക്കുകയുണ്ടായി. 6 സർവകലാശാലകളിലെ VCമാരെ നിയമിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ മാസം 28-നായിരുന്നു സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ച് ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. അതിൽ 4 സർവകലാശാലകളിൽ ഈ നടപടി ചോദ്യം ചെയ്താണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. ആ ഹർജികളിലാണ് ഇപ്പോൾ ഗവർണർക്ക് തുടർച്ചയായി തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. KM ഉമേഷ് വിവരങ്ങൾ നൽകിയത്.